നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ അനാമികയും വേണുവൊക്കെ കോടതിയിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുവാണ്. ആ സമയത്ത് രേവതിയാണെങ്കിൽ അവിടെ ആകെപ്പാടെ വിഷമിച്ചിരിക്കുക. രേവതിയുടെ അടുത്ത് വന്നിട്ട് വേണിച്ചു, അല്ല നീ വരുന്നില്ലേ? ഓ, ഞാൻ വന്നിട്ട് ഇപ്പൊ എന്ത് ചെയ്യാനായിട്ടാ? ഉം, അല്ല, നീയും കൂടെ വരുവാണെങ്കിൽ പിന്നെ ഞാൻ വന്നെന്നോർത്ത് കൂടുതൽ കിട്ടാനൊന്നും പോകുന്നില്ലോ. ഉം അതൊന്നുമില്ല, കിട്ടാനൊന്നും ഒന്നുമില്ല. ഇനിയിപ്പൊ വല്ല നക്കാപ്പിച്ച അനന്തപുരിക്കാർ തന്നാൽ അത് മേടിച്ചോണ്ട് പോരാനായിട്ടേ പറ്റുള്ളൂ. അതെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. അല്ല, കോടികളുടെ ആസ്തി ഉള്ളോടെ നക്കാപ്പിച്ചാന്ന് പറഞ്ഞാൽ കോടികൾ കാണുമായിരിക്കും. അതെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. അപ്പോഴേക്കും രേവതി പറഞ്ഞു, ആ അങ്ങ് ചെല്ല, ഇപ്പൊ കിട്ടും. ഉം എനിക്കാണെങ്കിൽ നല്ല ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. അപ്പോഴേക്കും അനാമി പറഞ്ഞു, അമ്മ എന്തൊക്കെയാ പറയണേ? ദേ, നീ മിണ്ടരുത്, നീ കാരണമാ ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞ് അനാമിയോട് ദേഷ്യപ്പെടുവാണ്. അപ്പോഴേക്കും വേണു പറഞ്ഞു, മോളെ നിന്റെ കയ്യില ഇനി കാര്യങ്ങളൊക്കെ ഇരിക്കുന്നേ. കോടതി നന്നായിട്ട് അങ്ങോട്ട് മെഴുകിക്കോടെ നീ. അതെ, ഒരു വനിതാ ജഡ്ജി ഇരിക്കുന്നേ, അതുകൊണ്ട് ചിലപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നിരിക്കും. നടക്കും അങ്ങോട്ട് ചെന്നാ മതി, എപ്പം നടന്നു ചോദിച്ചാൽ മതി. പിന്നെ ആ അനന്തമൂർത്തിയും കുടുംബം ഉണ്ടല്ലോ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എന്തൊക്കെ പ്രതീക്ഷയോടുകൂടി അങ്ങോട്ടേക്ക് പോയത്. ഒടുവില് അയാളെ ഭാര്യയും കോടതി കയറ്റിയെന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് എന്തൊക്കെ അനുഭവിക്കേണ്ടി വന്നു. ഇത്തവണ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അതിനൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. കിട്ടിയെന്ന് തന്നെ പറയാം. ആ സമയം അനാമിക്ക് നല്ല ദേഷ്യമായിരുന്നു. പിന്നീട് അനാമിയോട് പറഞ്ഞു, മോളെ നിന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നീ അങ്ങോട്ട് പറഞ്ഞോണം. പിന്നെ പറ്റുന്ന രീതിയിൽ എന്നെ കൊണ്ട് എന്തെങ്കിലും പറയിച്ച് ജീവിക്കാനിരിക്കുന്നത് അച്ഛനും അമ്മയും നാണക്കേട് തോന്നുന്നു എനിക്ക്. ഞാൻ എന്തെങ്കിലും ഉണ്ടായിക്കൂടെ വന്നിട്ട് തിന്നാൻ വേണ്ടി മാത്രം ഇരിക്കണ്ട. അതൊക്കെ പറഞ്ഞുകൊണ്ട് അനാമിക ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ്. രേവതി ഒന്ന് നോക്കിയിട്ട് വേണവും പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ കോടതി കൂടുകയാണ്. കോടതി കൂടുന്ന സമയത്ത് അനാമയെ വിസ്തരിക്കാനായിട്ട് കയറ്റി നിർത്തുവാണ്. അനാമയുടെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട്. അങ്ങനെ വക്കീൽ വന്നിട്ട് ചോദിച്ചു, അല്ല അനി ഇവിടെ മൊഴി തന്നിട്ടുണ്ട് നിങ്ങളെക്കുറിച്ച്. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ഒരു ദിവസം പോലും ജീവിച്ചിട്ടില്ല. അത് മാത്രമല്ല, നിങ്ങൾക്ക് ചില സമയത്ത് ഭ്രാന്തമായൊരു ആവേശമാണ്, സമനില തെറ്റിയ പോലെ പെരുമാറും. അനിയെ നിങ്ങൾ പലതവണ ഉപദ്രവിച്ചിട്ടൊക്കെയുണ്ട്. അങ്ങനെയുള്ള നിങ്ങളോടൊപ്പം അനി എങ്ങനെയാണ് ജീവിക്കുന്നത്? നിങ്ങൾക്ക് അനിയോടൊപ്പം ജീവിക്കാനാണോ താല്പര്യം എന്നൊക്കെ ചോദിച്ചു. എനിക്ക് അവനോടൊപ്പം ജീവിക്കാനായിട്ട് കുഴപ്പമില്ല എന്ന് അനാമിക പറയാം. അപ്പോഴേക്കും ജഡ്ജി പറഞ്ഞു, നിങ്ങളെപ്പോലുള്ള പെൺകുട്ടിയുടെ കൂടെ എങ്ങനെ അയാൾ മനസ്സുറപ്പിച്ച് ജീവിക്കും? ഇന്നത്തെ കാലത്ത് സാധാരണ പെൺകുട്ടികളാണ് ഇത്തരം പീഡനങ്ങളൊക്കെ നേരിടുന്നത്. പക്ഷെ ഇവിടെ അനിയെ നിങ്ങളാണ് ഉപദ്രവിച്ചിരിക്കുന്നത്. അങ്ങനെ മനോനില തെറ്റിയ നിങ്ങളോടൊപ്പം എങ്ങനെയാണ് അയാൾ ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോടതി കുറെ ചീത്ത പറയുന്നുണ്ട് അനാമിക ഒന്നും മിണ്ടാതെ തല താഴ്ത്തി ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയത്ത് വക്കീല് വീണ്ടും അനാമിയോട് ചോദിച്ചു, അല്ല നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾക്ക് ജീവിക്കാനാണോ? അത് പിന്നെ ഒരു പക്ഷേങ്കിൽ ഇനിയിപ്പോൾ അനിയുമായിട്ടുള്ള ബന്ധം വേർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ജീവിക്കാനായിട്ട് ഭയങ്കര പ്രയാസമായിരിക്കും. ഓ, അപ്പം നിങ്ങൾ എന്താ പറയണേ? ജീവിക്കാൻ പ്രയാസമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നഷ്ടപരിഹാര തുകയാണോ നിങ്ങൾ ആവശ്യപ്പെടുന്നേ? കാരണം ഒരു കോംപ്രമൈസ് അതാണോ നിങ്ങൾ ഉദ്ദേശിക്കണേ? അപ്പോഴേക്കും അനാമിക അവിടെ ഇരുന്ന വേണുവിനെ ഇങ്ങനെ പാളി നോക്കുവാണ്. അനാമിക പറഞ്ഞു, അത് പിന്നെ എനിക്ക് മറ്റൊരു വിവാഹം ഇനിയിപ്പൊ കഴിക്കണമെങ്കിൽ അത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. അപ്പോഴേക്കും വക്കീൽ പറഞ്ഞു, ഓ അപ്പൊ അതിന് കുറച്ച് പണമൊക്കെ വേണമായിരിക്കും അല്ലേ? അതിനായിരിക്കും ഈ ഒരു നഷ്ടപരിഹാര തുക നിങ്ങൾ ആവശ്യപ്പെടുന്നല്ലേ? അപ്പോഴേക്കും കോടതി പറഞ്ഞു, അതിനു വേണ്ടിയിട്ട് കുറെ സ്വർണവും പണമൊക്കെ കൊടുക്കേണ്ട വരുമായിരിക്കും എന്ന് ജഡ്ജി പറഞ്ഞു. അതായിരിക്കും നിങ്ങൾ ഇങ്ങനെ ഒരു കോംപ്രമൈസിന് തയ്യാറാവുന്നേ. അപ്പൊ അനി നിങ്ങൾക്ക് കോംപ്രമൈസിന് വേണ്ടിയിട്ട് തയ്യാറാവുന്ന സമയത്ത് കുറെ പണം തരണം എന്നാണോ നിങ്ങൾ പറയണത് എന്ന് ചോദിച്ചു. അനാമിക പെട്ടു. അനാമിക അവിടെ നിന്ന് വേണുവിനെ നോക്കുവാണ്. അപ്പോഴേക്കും വക്കീൽ പറഞ്ഞു, അതെ എപ്പോഴും അങ്ങോട്ടേക്ക് നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എന്താന്ന് വെച്ചാൽ മറുപടി പറഞ്ഞാൽ മതി. അനാമികയ്ക്കാണെങ്കിൽ ഉത്തരവില്ല. അനാമിക ഉത്തരം മുട്ടി നിൽക്കുക. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പത്തിന് വക്കീൽ പറഞ്ഞു, 1 രൂപ പോലും കൊടുക്കാൻ പറ്റില്ല മാഡം. കാരണം ഈ നിൽക്കുന്ന അനാമിക ഒരു മെന്റൽ പേഷ്യന്റ് ആണ്. അപ്പൊ അതിന്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കോടതി സമർപ്പിച്ചിട്ടുള്ളതാണ്. അത് കേട്ടപ്പോ ജഡ്ജി പറഞ്ഞു, അല്ല അനാമികയുടെ അച്ഛൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കണം. അപ്പോഴേക്കും വേണു എഴുന്നേറ്റു. വേണുവിന് ചോദിച്ചു, എന്തുവാടോ അത്? കല്യാണത്തിന് മുമ്പ് പെൺകുട്ടികൾക്ക് ചില വിഭ്രാന്തികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കും. എങ്കിലും അതൊക്കെ തുറന്നു പറഞ്ഞിട്ട് വേണം ഒരു വിവാഹ ജീവിതത്തിലേക്ക് അവരെ പറഞ്ഞു വിടാനായിട്ട്. അല്ലാതെ മാനസികാരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ അത് മറച്ചു വെച്ചോണ്ട് ആവരുത് ഒരു വിവാഹ ജീവിതത്തിലേക്ക് അവരെ പറഞ്ഞു വിടേണ്ടത്. അത് മാത്രമല്ല, അസുഖം നന്നായിട്ട് ഭേദമായെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം വേണം പിന്നെ ഒരു വിവാഹ ജീവിതത്തിലേക്ക് തന്റെ മകളെ നയിക്കാനായിട്ട്. പക്ഷെ ഇതൊന്നും താനിവിടെ ചെയ്തില്ല. എന്തുവാടോ ഇതെന്ന് ചോദിച്ചോണ്ട് കോടതി ദേഷ്യപ്പെടുവാണ്. ജഡ്ജി ദേഷ്യപ്പെടുവാണ് വേണുവിനോട്. വേണുവിന് ഉത്തരം മുട്ടി നിൽക്കുന്ന സമയത്ത്
വക്കീല് പറഞ്ഞു. അത് മാത്രമാണോ, അതോടൊപ്പം തന്നെ ആ ന്യൂസ് ചാനലിൽ വന്ന് എന്തൊക്കെയാണ് അനന്തപുരിക്കാർക്കെതിരെ പറഞ്ഞു വിട്ടാൽ നിങ്ങളെ മകള്, അപ്പൊ നിങ്ങളും കൂടെ ഇതിനെ കാരണക്കാരല്ലേ? ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അവരുടെ ഏ ആ, അവരെ കരിവാരി തേക്കാനായിട്ട് നിങ്ങൾ എത്രയോ വട്ടം ശ്രമിച്ചിട്ടുണ്ട്. സമയം ജഡ്ജി പറഞ്ഞു, അത് ആ ന്യൂസ് ചാനലിനകത്ത് ആ വാർത്ത ഞാനും കണ്ടായിരുന്നു. അല്ല, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളേ? നിങ്ങളുടെ മകളുടെ ഈ പ്രവൃത്തികളൊക്കെ, നിങ്ങളുടെ മകൾ അവിടെ ചെയ്തു കൂട്ടി കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് എന്താ പറയാനുള്ളേ? അപ്പോഴേക്കും വേണു പറഞ്ഞു, അയ്യോ, എന്റെ മോൾക്ക് അങ്ങനെ വലിയ മാനസിക പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അവിടെ ചെന്നതിന് ശേഷമാണ് ഇതൊക്കെ സംഭവിച്ചതെന്നൊക്കെ പറയാണ്. വക്കീല് പറഞ്ഞു, അതുകൊണ്ടായിരിക്കും നിങ്ങൾ അതിനു മുമ്പ് തന്നെ അവളൊരു എന്നാ സൈക്കാട്രിസ്റ്റിനെ കാണിച്ചേ. അത് മാത്രമല്ല, അവൾക്ക് വേണ്ടുന്ന മെഡിസിനും കാര്യങ്ങളൊക്കെ എടുത്തല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. വേണുവിനെ അവിടെ പിടിച്ചിരിക്കാൻ പറ്റില്ല. കാരണം വേണുവിനറിയാം കള്ളത്തരങ്ങൾ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, ഒന്നും വില പോവില്ല, എല്ലാത്തിനും തെളിവുകളുണ്ടല്ലോ. ഒടുവില് വാദങ്ങൾക്കും പ്രതിവാദങ്ങൾക്കും ഒക്കെ ശേഷം കോടതി ഒരു കാര്യം പറഞ്ഞു. ഇനി അവന് എനിക്ക് എന്തേലും ഒരു സഹാനുഭൂതിയോ ദയോ തോന്നണം നിങ്ങളോട്, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവനോടൊപ്പം പോയി ജീവിക്കാനായിട്ട് പറ്റുള്ളൂ. അതിനുവേണ്ടി ഒരു 6 മാസക്കാലം സമയം തരുവാണ്. ഈ സമയത്തിനുള്ളിൽ നിങ്ങൾ പരസ്പരം സംസാരിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മാറ്റി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ കോടതി നിങ്ങൾ ഒന്നിച്ച് ജീവിക്കാനായിട്ട് സമ്മതിക്കും. അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ ചില ഉപാധികളോടൊപ്പം തന്നെ അനിയോടൊപ്പം പോകാനായിട്ട് നിങ്ങളെ സമ്മതിക്കും. അല്ലെങ്കിൽ ഇതൊടുവിൽ ഡിവോഴ്സിൽ എത്തത്തുള്ളൂ എന്ന് പറയാണ് കോടതി. വളരെ വ്യക്തമായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ പറയുവാണ്. അങ്ങനെ അനിയും അനാമിയും കൂടെ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേനും വേണു അനാമികയുടെ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേനും അനി എന്നിട്ട് പറഞ്ഞു, നാണമില്ലേടോ തനിക്കൊക്കെ? വലിയ കുറച്ച് പണവും സ്വത്തുമൊക്കെ ഉള്ള വീട്ടിലേക്ക് പെൺകുട്ടിയെ പറഞ്ഞു വിടാണ്ട് ശ്രമിക്കും. ഇനിയിപ്പോൾ അടുത്ത എന്താ താൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നേ? ഡിവോഴ്സ് കിട്ടിക്കഴിയുമ്പോൾ അടുത്ത പുളുങ്കൊമ്പ് പിടിക്കാനായിരിക്കില്ലേ? എന്നിട്ടോ ചെറുപ്പക്കാരുടെ ജീവിതം നശിപ്പിക്കാനായിട്ട് നാണമില്ല എന്നൊക്കെ ചോദിച്ച് ചീത്ത പറയാണ്. അപ്പോഴേക്കും വേണു അനാമികയോട് പറഞ്ഞു, വാ മോളെ എന്നും പറഞ്ഞുകൊണ്ട് അനാമികയുടെ കൈയും പിടിച്ച് പുറത്തേക്ക് ഇറങ്ങുവാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ നാണം കെട്ട അനാമികയും വേണുവും കൂടെ വീട്ടിലേക്ക് വരുമ്പോൾ രേവതി കാത്തിരിക്കുമായിരുന്നു. രേവതി വെച്ച്, എന്തായി? പിന്നെ വരുമ്പോ എന്തായെന്ന്? അതിന് മാത്രം എന്താവാനായിട്ട്? ഒന്നും ആയിട്ടൊന്നുമില്ല. വേണു പറഞ്ഞു, കോടതി നടക്കുന്ന പോകുന്ന എന്താണെന്ന് അറിയാമായിരുന്നല്ലോ. പതിവ് പോലെ തന്നെ അങ്ങനെ നടന്നു. പിന്നെ ഈ പ്രാവശ്യം വന്ന ആ നവീൻ വക്കീലിന്റെ ജൂനിയർ ആയിരുന്നു. പേരിൽ മാത്രമേ ജൂനിയർ ഉള്ളൂ. അവര് പറയുന്ന കാര്യമൊക്കെ കേട്ടിട്ട് അപ്പം നമ്മുടെ മോൾക്കൊന്നും കിട്ടത്തില്ലേ? എന്തേലും കിട്ടിയാൽ മതിയായിരുന്നു. കിട്ടും. അല്ല, ശരിക്കും പറഞ്ഞാൽ ഡിവോഴ്സ് ആവുന്ന സമയത്ത് നഷ്ടപരിഹാരം, കാരണം അവർക്ക് വേറെ വിവാഹം കഴിക്കണമെങ്കിലും അല്ലെ ജീവിക്കണമെങ്കിലും പൈസ വേണമല്ലോ. അങ്ങനെ നഷ്ടപരിഹാരം കിട്ടത്തില്ലേ? ചെന്നങ്ങോട്ട് ചോദിച്ചാൽ മതി, എപ്പ കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. അപ്പോഴേക്കും അനാമിക പറഞ്ഞു, എന്റെ കാര്യത്തിൽ എനിക്ക് പേടിയൊന്നുമില്ല, എനിക്കറിയാം അങ്ങനെ ജീവിക്കണമെന്ന്. എന്നെ സ്റ്റെഫിൻ കൊണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ മോളെ, അതൊക്കെ വല്ലതും നടക്കുന്ന കാര്യമാണെന്ന് വേണു ചോദിച്ചു. നടക്കും, അവൻ എന്നെ കൊണ്ടുപോയിക്കളും. അവൻ പണത്തിനും സ്വർണത്തിനും മോഹമുള്ളൊന്നും അല്ല. ആര് കണ്ടു? അച്ഛൻ വേണേ അച്ഛന്റെ കടം വീട്ടിക്കണം, അല്ലാതെ ഇനിയിപ്പം എന്നെ പ്രതി നോക്കിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഡിവോഴ്സ് കിട്ടുവോ കിട്ടാതിരിക്കുവോ, ഇനിയിപ്പൊ എന്റെ മേലൊരു പ്രഷർ ചെലുത്തിക്കൊണ്ട് അച്ഛൻ വരണ്ട. അതും പറഞ്ഞുകൊണ്ട് അനാമിക ദേഷ്യപ്പെട്ട് കയറിപ്പോയി. അപ്പോഴേക്കും രേവതി പറഞ്ഞു, ഇനിയിപ്പൊ എന്ത് ചെയ്യും? എന്ത് ചെയ്യാനായിട്ട്? എല്ലാവർക്കും കൂടെ ഒരു കാര്യം ചെയ്യാം, ഇവിടെ നിന്ന് എങ്ങോട്ടായാലും ഒളിച്ചോടിപ്പോ, നാട്ടിൽ നിന്ന് ഒളിച്ചോടി പോയിട്ടാ. അല്ലാതെ പിന്നെ ഇവിടെ നിന്നിട്ട് വല്ല കാര്യമുണ്ടെന്ന് തോന്നുന്നുണ്ടോ? 5ന്റെ പൈസ ഇല്ല എടുക്കാനായിട്ട്. ദൈവമേ, എന്തൊക്കെ പ്രാർത്ഥനകൾ ഞാൻ നടത്തിയതായിരുന്നു. നിന്റെ പ്രാർത്ഥന ഇതിനെല്ലാം കുഴപ്പം എന്ന് വേണു രേവതിയോട് പറഞ്ഞു. നീ ഒന്ന് പ്രാർത്ഥിക്കാതിരിക്കാവോ? പ്രാർത്ഥിക്കാതിരിക്കാതെ എന്തേലുമൊക്കെ നടന്നേരം. ദേ മനുഷ്യ, കോടതിയിൽ നാണം കിട്ടുന്ന പറഞ്ഞോണ്ട് എന്റെ മേക്കിട്ട് കയറാൻ വന്നോണ്ടല്ലോ. എടി, മേക്കിട്ട് കയറാൻ വന്നതല്ല. ഇനിയിപ്പൊ അടുത്ത മാസത്തോട്ട് വാടക കൊടുക്കാൻ പോലും പൈസ ഇല്ല. വാടക കൊടുക്കുന്ന എവിടെ നിന്നാ വെച്ചാൽ നീ എടുത്ത് കൊടുത്തു. എന്നെ കൊണ്ടും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വേണു അങ്ങോട്ട് പോയപ്പോ രേവതി ഇടിവെട്ടേറ്റ പോലെ നിൽക്കുക. അതേസമയം അനി നവീനെ കാണാൻ വരുവാണ്. നവീനോട് പറഞ്ഞു, 6 മാസക്കാലം കോടതി പറഞ്ഞിരിക്കുക. അത് പിന്നെ കോടതിയുടെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാ, നീ വിഷമിക്കണ്ട. അതിനുശേഷം കാര്യങ്ങളൊക്കെ സെറ്റ് ആയിക്കോളും, നിനക്ക് ഡിവോഴ്സ് കിട്ടും. എന്നാലും നീ എത്രയും പെട്ടെന്ന് ഒരു നല്ല പെൺകുട്ടിയെ കണ്ടെത്താൻ നോക്ക്. കാര്യങ്ങളൊക്കെ അതിനുശേഷം നടക്കട്ടെ എന്ന് പറയണം. ശരി. അല്ല, നീ എന്താടാ അതിനെക്കുറിച്ചൊന്നും പറയാത്തെ? ഇപ്പൊ തൽക്കാലത്തേക്ക് ബിസിനസ്സുമായിട്ട് ഞാൻ മുന്നോട്ട് പോവാ. അതൊരു തലവേദന തന്നെയാണ്. പിന്നെ ഇനിയിപ്പൊ അതിനുശേഷം മാത്രം ഞാൻ എന്തെങ്കിലും തീരുമാനമൊക്കെ എടുക്കത്തുള്ളൂ. അതെന്തേലും ആട്ടെ. അല്ല, പിന്നെ നിന്റെ വക്കീൽ ഫീസ് എത്രയാ? എടാ, ഇത്തവണ എനിക്ക് വക്കീൽ ഫീസ് വേണ്ട. കഴിഞ്ഞ തവണ തന്നെ ഭീമമായ തുക കിട്ടിയല്ലോ, അതുകൊണ്ട് ഇത് ഫ്രീ ആയിട്ടിരിക്കട്ടെ. പക്ഷെ ഒരു കാര്യമുണ്ട്, സമയമാകുമ്പം നീ എന്റെ മുത്തശ്ശനോടും മുത്തശ്ശിയോടും അല്ല മുത്തശ്ശനോടും അമ്മയോടും ഒരു കാര്യം പറയണം. എന്ത് കാര്യം? അത് ഞാൻ പറഞ്ഞില്ല, ഒരു പെൺകുട്ടിയെക്കുറിച്ച്. അതിനെക്കുറിച്ച് നീ വേണം ഇവിടെ അവതരിപ്പിക്കാനായിട്ട്. ഞാനാ? അതെ. അല്ല, നിനക്ക് മനസ്സിലാണെങ്കിൽ പെൺകുട്ടിയാണോ? എടാ, അവള് കിടിലവാ. എടാ, അധികം കിടിലൊന്നും വേണ്ടാന്ന്
അനി നവീനോട് പറഞ്ഞു, എനിക്കറിയില്ലല്ലോ നന്ദുവിനെ കുറിച്ച് അവൻ പറയണേന്ന്. കാരണം എടാ, ജീവിതമാണ് പ്രധാനം, നിനക്കറിയാലോ. കിടിലം വന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല. കുടുംബത്തിൽ സമാധാനമാണ് വേണ്ടത്. അല്ലെങ്കിൽ നിനക്ക് സ്വസ്ഥതയോടെ സമാധാനത്തോടെ പോയി കോടതി വാദിക്കാനൊന്നും പറ്റില്ല. അപ്പോഴേക്കും നവീൻ പറഞ്ഞു, അതൊക്കെ നോക്കിയിട്ട് നല്ലൊരു ബന്ധമാടാ ഞാൻ കണ്ടെത്തിയിരിക്കുന്നേ. അത്രയ്ക്ക് നിനക്ക് ആത്മവിശ്വാസമുണ്ട്? അതെ. അനി പറഞ്ഞു, എന്റെ ജീവിതം തന്നെ അറിയാലോ എങ്ങനെയായി തീർന്നെന്ന്. ഒടുവിൽ ഒരു നരകമായി തീർന്നു. ഒരിക്കലും അങ്ങനെ ഒരു പെണ്ണായിരിക്കില്ല നിന്റെ ജീവിതത്തിലേക്ക് വരുന്നേ. കുടുംബത്തിലും അത് കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. അപ്പോഴേക്കും നവീൻ പറഞ്ഞു, ഇന്നത്തെ കാലത്ത് അല്ലെങ്കിലും ഏത് പെൺകുട്ടികളാ അടങ്ങി ഒതുങ്ങി വീട്ടിൽ നിൽക്കുന്നേ? അത് ചുരുക്കം പെൺകുട്ടികൾ മാത്രമേ വീട്ടിൽ നിൽക്കാറുള്ളൂ. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ അനി പറഞ്ഞു, ആയിക്കോട്ടെ, ഇനിയിപ്പോ നിന്റെ മുത്തശ്ശനോടും മുത്തശ്ശിയോടും ഒക്കെ പറയുന്ന കാര്യം ഞാൻ ഏറ്റു. പിന്നെ ഒരു കാര്യം, എനിക്കറിയാവുന്ന പെൺകുട്ടിയാണോ? ആ, അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിനക്കറിയാം എന്നൊക്കെ പറഞ്ഞു. അനി ഇങ്ങനെ ആലോചിച്ചു, അത് ഏത് പെണ്ണായിരിക്കും. അനി ഒരിക്കലും പക്ഷെ ചിന്തിക്കുന്ന പോലെയില്ല അത് നന്ദു ആന്നുള്ള കാര്യം. അതിനുശേഷം അനി നേരെ പോയത് നന്ദുവിനെ കാണാനാണ്. നന്ദുവിനെ കണ്ടതിന് ശേഷം കാര്യങ്ങൾ പറയണം. നന്ദു 6 മാസത്തെ സമയം കോടതി പറഞ്ഞിട്ടുണ്ട്. എടാ, നീ വിഷമിക്കാതിരിക്കുക. 6 മാസത്തിന് ശേഷം നിനക്ക് ഡിവോഴ്സ് കിട്ടും. നീ എന്തിനാ ടെൻഷൻ അടിക്കണേ? അതോ എനിക്കൊരു സമയം ഒരു ഒരു സമാധാനമുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഞാൻ ആകെപ്പാടെ വിഷമിച്ചു പോയന്. പിന്നെ നവീനേട്ടന് ജൂനിയറെ കേസ് വാദിച്ചേ. പിന്നെ നവീനേട്ടൻ എന്നോട് കാര്യം പറഞ്ഞു, എനിക്ക് ഇത്തവണ ഒരു ഓഫർ വന്നിട്ടുണ്ട്. എന്ത്? വക്കീൽ ഫീസും കാര്യങ്ങളൊന്നും ഞാൻ കൊടുക്കണ്ട. അതെന്താ? പകരം നവീനേട്ടന്റെ മനസ്സിൽ ഏതോ ഒരു പെൺകുട്ടിയുണ്ട്, അവളെ കുറിച്ച് വീട്ടിൽ അവതരിപ്പിച്ചാൽ മതിയെന്ന്. അങ്ങനെയൊക്കെയാണ്? അതെ. ഏത് പെൺകുട്ടിയാന്ന് പറഞ്ഞോ? അതൊന്നും പറഞ്ഞില്ല. കൃത്യസമയം പറയാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യുക, ഞാനും കൂടെ കൂടാ ആ പെൺകുട്ടിയുടെ കാര്യത്തെക്കുറിച്ച് പറയാനായിട്ട്. അതെ, ശരിക്കും നവീനേട്ടൻ ഇല്ലായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നീ ജയിലിൽ കിടക്കണ്ടായിരുന്നല്ലോ. അതെ, നവീനേട്ടൻ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ജയിലിൽ കിടക്കേണ്ട വന്നേനം. ഞാൻ മാത്രമല്ല, എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ. അപ്പോഴേക്കും നന്ദു പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ വെറുതെ വിടത്തില്ലായിരുന്നു ആ അനാമികയും വീട്ടുകാരെ. വീട്ടിൽ കയറി എല്ലാത്തിനും കയ്യും കാലും ഞാൻ തല്ലി ഓടിച്ചാനും. സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും ഒരു പരിധിയില്ലേ? അപ്പോഴേക്കും അനി പറഞ്ഞു, അതിന്റെ ആവശ്യമൊന്നും ഉണ്ടായില്ലല്ലോ. പിന്നെ 6 മാസത്തെ സമയം. എടാ, അത് കോടതിയുടെ പ്രൊസീജിയറാ. അതിനൊക്കെ ശേഷം നീ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കും. നീ വിഷമിക്കാതിരിക്കടാ. അപ്പോഴാണ് നന്ദു ആ ഒരു കാര്യം ആലോചിക്കുന്നത്. എടാ, പിന്നെ ഒരു കാര്യമുണ്ട്. ഈ മോസ്റ്റിസ് ജ്വല്ലറിയും കൂടെ ഉൾപ്പെട്ടൊരു കേസുണ്ടല്ലോ, ഒരു സ്വർണ്ണ കേസ്. അപ്പൊ അതിനെക്കുറിച്ചുള്ള അന്വേഷണം പുനരാരംഭിക്കുക. എനിക്ക് അതിന്റെ അന്വേഷണ ചുമതല. അത് കേട്ട് കഴിഞ്ഞപ്പോ അനി പറഞ്ഞു, ആഹാ, അങ്ങനെയാണോ? ഇതിനകത്ത് ഈ അബിക്കും പങ്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നേ. അബി ഉൾപ്പെട്ടിട്ടുണ്ടോന്നൊരു സംശയമുണ്ട്. നന്ദു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അവന്റെ കാര്യത്തിൽ ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുക്കും. പിന്നെ ആ അനികയുടെ വിഷയം നിനക്ക് അറിയാവുന്നതാണല്ലോ. ആ പാവത്തിന് എത്രമാത്രം അവൻ ദ്രോഹിച്ചു. എല്ലാം കൂടെ കൂട്ടി അവനിട്ടൊരു പണിയായിരിക്കും കൊടുക്കാൻ പോന്നേ. അനി പറഞ്ഞു, എന്ത് വേണം നീ ചെയ്തു. നല്ല രീതിയിൽ പണി കൊടുത്തു. നന്ദു പറഞ്ഞു, ഇതിനേക്കാളും മുമ്പ് തീർക്കേണ്ട ഒരു കേസായിരുന്നു അത്. കാരണം ഈ വേണുവിനെ അനാമികേനെയും ഒക്കെ പിടികൂടുന്നതിന് മുമ്പ് തന്നെ അബിയുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണമായിരുന്നു. അതേടി, പക്ഷെ ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലോ. ഇനിയാടാ നമ്മൾ ശരിക്കും ഇറങ്ങാനായിട്ട് പോന്നേ. അവനെ ഞാൻ ചോര തുപ്പിക്കും കണ്ടു. അവനെ ഇതിനകത്ത് പെട്ടിട്ടുണ്ടെങ്കിൽ അവന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കും. അനി പറഞ്ഞു, അല്ല, ആ അനാമികയും വീട്ടുകാരും നമുക്കൊന്ന് കണ്ട് പെരുമാറിയാലോ? ഇരുട്ടടി കൊടുത്താലോ? വേണ്ടടാ, കിട്ടാവുന്ന ആവശ്യത്തിന് കിട്ടിയിട്ടുണ്ട്. പോട്ടെ, ഇനി എന്തേലും കാണിക്കട്ടെ. ഇനി എന്തേലും വാല് പൊയ്ക്കൊണ്ട് വരുവാണെങ്കിൽ മാത്രം ചെയ്താൽ മതി. അതിനുമുമ്പ് ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അനി പറഞ്ഞു, ഹബിയുടെ കാര്യത്തിലാണെങ്കിൽ പൂർണ്ണ പിന്തുണ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. നീ ധൈര്യമായിട്ട് നീക്കോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നന്ദു അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇതേ സമയം ആദർശിന്റെ അരിയിലേക്ക് നയന വരുവാണ്. നയന വന്നു കഴിഞ്ഞപ്പത്തിന് ആദർശ് പറഞ്ഞു, അതെ, ഇനിയിപ്പോ കുറച്ചു ദിവസത്തേന് നീ ജ്വല്ലറിയിലേക്കൊന്നും വരണ്ട. അതെന്താ ആദർശേട്ടാ വരണ്ടാത്തെ? അല്ല, നീ പ്രഗ്നന്റ് ആയിട്ടിരിക്കുമല്ലേ? അപ്പൊ ആദർശേട്ടാ, എനിക്കാണെങ്കിൽ ആദർശനെ കാണാനിരിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിപ്പം. ഞാൻ രാവിലെ പോയിട്ട് വൈകുന്നേരം വരുമല്ലോ. അത് മാത്രമല്ല, മുതിർന്നവർ പറയുന്ന ഡോക്ടേഴ്സ് പറയുന്നത് നമ്മൾ അനുസരിക്കണമല്ലോ. പിന്നെ കുറച്ചാൾ കഴിയുമ്പോൾ ഒരു കുഞ്ഞാവയൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് സമാധാനം ഉണ്ടാക്കാം. അപ്പോഴും ഞാൻ വരണ്ടെന്നാണോ പറയണേ? അപ്പൊ പിന്നെ കുഞ്ഞിനെ നോക്കാൻ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ. അപ്പൊ പിന്നെ നിനക്ക് ജ്വല്ലറിക്ക് വരുന്നതിന് കുഴപ്പമില്ല. അതുവരെ നീ ഒരു കാര്യം ചെയ്യ, നിനക്ക് വരയ്ക്കണം എന്നൊക്കെ അത്ര തോന്നലാണ്, നീ വീട്ടിൽ നിന്ന് ഡിസൈനൊക്കെ വരച്ചോ. പക്ഷെ ജ്വല്ലറിയിലേക്ക് മാത്രം വരണ്ട തൽക്കാലത്തേക്ക്. അത് കേട്ടപ്പം നയന പറഞ്ഞു, അതെ, എനിക്കിവിടെ അങ്ങനെ വെറുതെ ഇരിക്കാനായിട്ട് ഒരു ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ആദർശന്റെ അടുത്ത് വന്നിരിക്കുവാണെങ്കിൽ, കമ്പനിയിലേക്ക് വരുവാണെങ്കിൽ അവിടെ നീ തൽക്കാലത്തേക്ക് വരണ്ട. അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് 2-3 പേരുണ്ടല്ലോ. പിന്നെ നിന്റെ എന്തെങ്കിലും സഹായം വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അവരെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടോളാം എന്നൊക്കെ നയനോട് പറഞ്ഞു. ഈ സമയത്ത് നല്ല കെയറിങ്ങും കാര്യങ്ങളൊക്കെ വേണ്ടത്. അങ്ങനെ നയനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചതിന് ശേഷം ആദർശ് കമ്പനിയിലേക്ക് പോന്നു.
അങ്ങനെ ആദർശ് കമ്പനിയിൽ ഇരിക്കുന്ന സമയത്ത് നന്ദു വരുവാണ്. പോലീസ് യൂണിഫോമിലാണ് വരുന്നത്. നന്ദുവിനെ കണ്ടപ്പോൾ ആദർശ് ചോദിച്ചു, ഇതെന്ത് പറ്റി യൂണിഫോമിൽ ഇങ്ങോട്ടേക്ക്? ഉം വരേണ്ടി വന്നു. അല്ല, പഴയൊരു കേസില്ലേ, ഒരു സ്വർണ്ണാഭരണങ്ങള് പണിത് വിറ്റെന്നുള്ള കേസ്. കാരണം കള്ളക്കടത്ത് സ്വർണം കൊണ്ടുവന്ന് അതിനെക്കുറിച്ച് ഒരു അന്വേഷണം വന്നിട്ടുണ്ട്. അല്ല, അതിന്റെ അന്വേഷണമൊക്കെ നിർത്തി വെച്ചിരിക്കുകയായിരുന്നല്ലോ. അത് മുമ്പുള്ള സാർമാരൊക്കെയില്ലേ, അവരൊക്കെ മാറിപ്പോയല്ലോ. ഇപ്പൊ അതിന്റെ അന്വേഷണ ചുമതല എനിക്കാണ്. ആ, കൊള്ളാലോ. അല്ല, എന്നെ ചോദ്യം ചെയ്യാൻ വന്നാണോ എന്ന് ആദർശ് ചോദിച്ചു. ആദർശ് എന്നെ ചോദ്യം ചെയ്യാനൊന്നുമല്ല, എനിക്ക് ഇവിടുത്തെ ജീവനക്കാരിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചറിയേണ്ടതുണ്ട്. അല്ല, ഈ സ്വർണം പണിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ സ്വർണ്ണപ്പണിക്കാരൻ ആണല്ലോ, അയാൾ എനിക്കൊന്ന് ചോദ്യം ചെയ്യണം. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, അയാളൊരു ഭയങ്കര പാവമാണ്. പാവാണല്ലേ നമുക്കറിയാം. കാരണം കള്ളക്കടത്ത് സ്വർണം ഇവിടെ കൊണ്ടുവന്ന് ആഭരണമാക്കി വിറ്റിട്ടുണ്ടെങ്കിൽ അയാൾ കൂടെ അറിയാതെ നടക്കത്തില്ലോ. അപ്പൊ അയാളെ ചോദ്യം ചെയ്താൽ കൃത്യമായിട്ടുള്ള വിവരം കിട്ടും. ശരി, എന്നാ നന്ദു ചോദ്യം ചെയ്തോ. പിന്നെ എന്തെങ്കിലും സഹായം വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആ സഹായം ഞാൻ ചെയ്തു തരാന്ന് പറയണം. നന്ദു പറഞ്ഞു, അങ്ങനെ ആയിക്കോട്ടെ. എനിക്ക് പല കാര്യങ്ങളും കണ്ടുപിടിക്കാനുണ്ട്. അതും പറഞ്ഞ് നന്ദു അങ്ങോട്ട് എഴുന്നേറ്റു. നന്ദു നേരെ സ്വർണ്ണപ്പണിക്കാരനെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ്. അങ്ങനെ അയാളെ വിളിപ്പിച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കണം. അല്ല, ഇവിടെ ഈ ജ്വല്ലറിയിൽ എന്ത് നടന്നാലും ചേട്ടൻ അറിയാലോ അല്ലെന്ന് ചോദിക്കണം. അത് കേട്ട് കഴിഞ്ഞപ്പത്തിന് അയാൾ പറഞ്ഞു, അത് പിന്നെ അങ്ങനെയൊന്നുമില്ല എല്ലാ കാര്യങ്ങളും. അല്ല, ഇവിടുത്തെ സ്വർണ്ണപ്പണികൾ മൊത്തം നടത്തുന്ന ആള് ഇയാളല്ലേ. അപ്പൊ ഇവിടുന്ന് ആഭരണങ്ങളൊക്കെ പണിത് പോയിട്ടുണ്ടെങ്കിൽ അത് തങ്ങളുടെ അറിവോടെ അല്ലേന്ന് ചോദിക്കണം. അല്ല, അത് പിന്നെ മാഡം എന്താണോ തനിക്കൊരു പതർച്ച? ഒന്നുമില്ല, പതർച്ചയൊന്നുമില്ല. അല്ല, താങ്കളുടെ ഭാര്യയ്ക്ക് ജോലി ഉണ്ടോന്ന് ചോദിച്ചു. ജോലിയൊന്നുമില്ല. ഇനിയിപ്പോ വല്ല ആദായം കിട്ടാറുണ്ടോ, ഈ കാർഷിക ആദായം മറ്റോ അങ്ങനെ എന്തേലും? അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെയൊന്നും ഇല്ലേ? തനിക്ക് എത്ര മക്കളുണ്ട്? 2 മക്കളുണ്ട്. അങ്ങനെയാണെങ്കിൽ തങ്ങളുടെ ഭാര്യയുടെ അക്കൗണ്ടിൽ ലക്ഷങ്ങളുണ്ടല്ലോ ഇപ്പം, അതെങ്ങനെ വന്നു? ഒരു നിമിഷം അയാളൊന്ന് പതറി. അല്ല, അത് പിന്നെ മാഡം കുടുംബ സ്വത്ത് ഭാഗം വെച്ചപ്പോൾ കിട്ടിയ കുറച്ച് പൈസ, പിന്നെ ചിട്ടിയൊക്കെ കൂടി. ചിട്ടിയൊക്കെ കൂടിയാൽ ലക്ഷങ്ങൾ കിട്ടുമോ? അല്ല മാഡം, അത് പിന്നെ അവളിങ്ങനെ കുറെ പൈസ, ഇങ്ങനെ കിട്ടുന്ന പൈസയൊക്കെ ഞാൻ അവളുടെ കയ്യിലെ കൊണ്ട് സൂക്ഷിക്കാൻ കൊടുക്കുന്നേ. അവളത് സൂക്ഷിച്ചു വെക്കുന്ന സ്വഭാവം അങ്ങനെയാ. എന്നാലും ഒറ്റ വർഷത്തിലുള്ള ഇങ്ങനെ ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ പറ്റൂലേ? അത് മാത്രമല്ല, മക്കളുടെ അക്കൗണ്ടിലും തരക്കേടില്ലാത്ത എമൗണ്ടും കാര്യങ്ങളും ഉണ്ടല്ലോ. തനിക്കറിയാലോ, സ്വർണത്തിന്റെ കാര്യങ്ങൾ, കള്ളക്കടത്ത് സ്വർണ്ണമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില അന്വേഷണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നേരത്തെ നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. ഇപ്പൊ അതിന്റെ അന്വേഷണ ചുമതല എനിക്കാണ്. അപ്പൊ അതെനിക്ക് കണ്ടെത്തിയേ മതിയാവുള്ളൂ. പിന്നെ ഒരു കാര്യം, ഇതിനെക്കുറിച്ച് എപ്പോൾ അന്വേഷിക്കാനായിട്ട് വിളിപ്പിച്ചെങ്കിലും നിങ്ങൾ വരണം. കാരണം നിങ്ങൾ ഇപ്പോഴും സംശയത്തിന്റെ നിഴലിലാണ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. കൊണ്ടു മാഡം. പിന്നെ നിങ്ങളെക്കുറിച്ചൊരു കാര്യം അന്വേഷിക്കാണ്ട് വരുമ്പോൾ സർവേ ഡീറ്റെയിൽസ് കൊടുക്കണമല്ലോ, അതുകൊണ്ടാണ് ബാങ്ക് അക്കൗണ്ടിന്റെ കാര്യങ്ങളൊക്കെ എടുത്തത് എന്നൊക്കെ പറഞ്ഞു. അയാൾ ശരിക്കും പേടിച്ചു പറിച്ചു പോയി. അയാൾക്ക് മനസ്സിലായി താൻ പെട്ടുപോകുന്നുള്ള കാര്യം. അങ്ങനെ നന്ദു അങ്ങോട്ടേക്ക് പോയി. അതിനൊക്കെ ശേഷം സ്വർണ്ണപ്പണിക്കാരൻ അബിയെ വിളിച്ചു. അബിയെ കാണാനായിട്ട് ചെന്നിട്ട് പറഞ്ഞു, എന്റെ പൊന്നു സാറേ, ആ മാടത്തിന് മുന്നിൽ ഞാൻ ഇന്ന് വിറച്ചു പോയി. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. മുമ്പുള്ള സാറുമാരെ പോലൊന്നും അല്ല കേട്ടോ. ഇവിടെ താനെന്തേലും വിട്ടു പറഞ്ഞോ? എനിക്ക് അങ്ങനെ എന്തേലും പറയാൻ പറ്റുമോ സാറേ? ഞാനതുകൊണ്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ തിരിച്ചു മറിച്ചും കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അങ്ങനെ എന്തേലും ഇവിടെ താനൊന്നും പറഞ്ഞു പോയേക്കല്ല. അറിയാലോ, പിടിച്ചു തന്നേ മതിയാവുള്ളൂ. ഇതിനു മുമ്പുണ്ടായിരുന്ന സാറുമാരുടെ മുന്നിലൊക്കെ താൻ പിടിച്ചു തന്നില്ലേ? തനിക്ക് പിന്നെ ഇപ്പൊ എന്താ? അവളുടെ മുന്നിൽ പിടിച്ചു തന്നാല് സാറേ, അവര് ചോദിക്കുന്ന ഓരോ ചോദ്യമുണ്ടല്ലോ, സാറ് ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല. താൻ എന്തേലും വിട്ടു പറഞ്ഞിട്ടുണ്ടെ പിന്നെ താൻ ജീവനോടെ കാണത്തില്ല. തന്റെ നാക്കിയാനും കൂടെ പിഴുതെടുക്കും. അത് ഓർമ്മ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അബി അയാളെ ഭീഷണിപ്പെടുത്തണം. അയാൾ പറഞ്ഞു, സാറേ, ഞാൻ അങ്ങനെ എന്തേലും ചെയ്യുവോ? എന്റെ ജീവിതം തീർന്നുപോയില്ലേ? പിന്നെ ഇപ്പൊ സാറിന് ഇതൊക്കെ പറയാം. ഞാൻ എത്രമാത്രം വിശ്വസ്തനാണെന്നറിയോ മൂർത്തി സാറിന്? എന്നെ അത്രയ്ക്ക് വിശ്വാസമായിരുന്നു. ഒടുവിൽ ഞാൻ ചെയ്ത പ്രവൃത്തി ഇപ്പൊ ലക്ഷങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിലും ഒടുവിൽ ഈ കേസൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ലക്ഷങ്ങളൊക്കെ അങ്ങോട്ട് പോയി കിട്ടത്തില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് താനോട് സത്യങ്ങളൊക്കെ പുറത്തു പറയാൻ പോകണം. അങ്ങനെയൊന്നും പറയില്ല സാറേ, ഞാൻ എന്താന്ന് വെച്ചാൽ വേണ്ട ചെയ്തോളാം. അതും പറഞ്ഞിട്ട് അയാൾ അങ്ങോട്ടേക്ക് പോയി. ആ സമയത്ത് നന്ദു കോൺസ്റ്റബിളിനെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ, ബിബിൻ വേണം ഈ കേസിൽ എന്നോടൊപ്പം നിൽക്കാനെന്ന് പറയണം. ആ സ്വർണ്ണ കേസിൽ. ശരി മാഡം. പിന്നെ ആ സ്വർണ്ണപ്പണിക്കാരൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കൊടുക്കണം. കോൾ ഹിസ്റ്ററി ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും എടുക്കണം. അപ്പോഴേക്കും ബിബിൻ പറഞ്ഞു, അയാള് നമ്പർ മാറ്റിയായിരുന്നു മാഡം. അതിനെന്താ? ആ നമ്പർ മാറ്റിയ നമ്പറിന്റെ കോൾ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ എടുക്കണം. അതൊക്കെ എടുത്തിട്ട് വേണം കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ട്. കാരണം ഒരുപക്ഷെ ഇത് തെളിയിക്കുവാണെങ്കിൽ വലിയൊരു സ്വർണ്ണവേട്ടയെക്കുറിച്ച് തന്നെ നമുക്ക് അറിയാണ്ട് സാധിക്കും. കള്ളക്കടത്ത് സ്വർണ്ണമല്ലേ കൊണ്ടുവന്ന് പണിതിരിക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് വലിയൊരു നീക്കങ്ങളും കാര്യങ്ങളൊക്കെ നടന്നിട്ട് തന്നെ ഉണ്ടായിരിക്കും. അതൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും എന്ന് അയാളോട് പറഞ്ഞു. ശരി മാഡം എന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങോട്ടേക്ക് പോയി. ഇതിനുശേഷം അബി നേരെ പോയത് അനികയുടെ വീടിന് ചുറ്റും 1-2 ഗുണ്ടകളൊക്കെ അവനെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അതിലൊരുത്തരെ അങ്ങോട്ട് വിളിപ്പിക്കുകയാണ്. വിളിപ്പിച്ചിട്ട് പറഞ്ഞു, എടാ,
എത്രയും പെട്ടെന്ന് ഞാൻ അനഘയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം, അല്ലെങ്കിൽ എന്റെ ജീവിതം തീർന്നു. ആ നയനെന്ന് പറയുന്നവൾ എപ്പോഴാ സത്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നതെന്ന് അറിയില്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കുറ്റക്കാരനാവും. പക്ഷെ അപ്പോഴവള് ജീവിച്ചിരിക്കാനായിട്ട് പാടില്ല. അനഘ അവളെ ഏറ്റവും വലിയ തെളിവാണ്, അവളെ തീർക്കണം. അപ്പോഴേക്കും അയാൾ പറഞ്ഞു, സാറേ എന്നെ കൊണ്ട് അത് ചെയ്യാനായിട്ട് പറ്റില്ല, കാരണം എനിക്ക് അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റില്ലല്ലോ. സാറിന് തന്നെയാ അത് പറ്റിയത്. എടോ എനിക്ക് അങ്ങോട്ട് അങ്ങനെ ചെല്ലാൻ പറ്റില്ല, എന്നെ വിലക്കിയിട്ടുണ്ട് അങ്ങോട്ട് ചെല്ലല്ലെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ എങ്ങനെ അങ്ങോട്ടേക്ക് പോന്നേ? സാറേ അതിന് മാർഗമുണ്ട്. അവിടെ ജോലി ചെയ്യുന്ന ഓമനയുണ്ടല്ലോ, അവര് അടുക്കള ജോലികളൊക്കെ കഴിഞ്ഞതിന് ശേഷം തുണി കഴുകാൻ പോകും. പിന്നെ ഒരു 11 മണി കഴിയുമ്പോൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ 1.5 മണിക്കൂർ പിന്നെ തുണിയെ കഴുകി ടെറസിന് മേളിലൊക്കെ ഉണങ്ങാനിട്ട് പുറത്ത് തന്നെ ആയിരിക്കും. അതൊരു പറ്റിയ സമയം തന്നെയാണ് സാറേ. ആ സമയത്ത് സാർ അങ്ങോട്ട് ചെല്ലുവാണെങ്കിൽ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടക്കും. സാറിനെ ആരും കാണാനും പോകുന്നില്ല, കാര്യങ്ങൾ കൂടുതൽ എളുപ്പമായിരിക്കും. അത് കേട്ടപ്പോൾ അഭി പറഞ്ഞു, ശരി ഞാൻ നോക്കട്ടെ. അപ്പോഴേക്കും അയാൾ പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ട്രൈ ചെയ്യാം, ഒരു സമയം ഒത്തു കിട്ടുവാണെങ്കിൽ ഞാൻ ചെയ്തോളാം. അല്ല അവിടെ എങ്ങനെയും പിന്നെ വേറെ ആരും വരുന്ന കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇടയ്ക്ക് അനന്തപുരിയിലുള്ള അവരൊക്കെ വന്ന് നോക്കിയിട്ട് പോകുന്ന കാണാം. അല്ല അവൾ എഴുന്നേറ്റിട്ടൊന്നും ഇല്ലോ അല്ലേ? എഴുന്നേറ്റിട്ടൊന്നും ഇല്ല സാറേ. അങ്ങനെ എന്തേലും കയ്യും കാലും ചലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ കാര്യങ്ങളൊക്കെ അറിയില്ലേ. സാറ് ധൈര്യമായിട്ടിരിക്കും. അതൊക്കെ പറഞ്ഞിട്ട് അബിയെ ആശ്വസിപ്പിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഓമൽ ചേച്ചി പുറത്ത് തുണി കഴിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അബി പാത്തും പതിയും അങ്ങോട്ട് വന്ന് അനഘയുടെ മുറിയിലേക്ക് ചെന്നു. അങ്ങനെ ചെന്ന് അനഘയെ നോക്കുകയാണ്. നീയാള് കൊള്ളാലോടി. അല്ല നിന്റെ കൈയും കാലും ഒക്കെ അനങ്ങാൻ തുടങ്ങിയിട്ടുണ്ടോ? അതും പറഞ്ഞിട്ട് അനഘയുടെ കൈയെടുത്ത് നോക്കിയപ്പോൾ ചലനശേഷി ഒന്നുമില്ല. ആ കൈ അതേപോലെ തന്നെ താഴേക്ക് ഇട്ടു, വാഴത്തണ്ട് പോലെ ആ കൈ ഇങ്ങോട്ട് താഴേക്ക് പതിക്കുകയാണ്. പിന്നീട് പറഞ്ഞു, നിനക്ക് ചലനശേഷി കൈ വന്നിട്ടില്ലെങ്കിലും മുഖത്തൊരു പ്രസരിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഒരു തുടുപ്പൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ആ തുടുപ്പ് അങ്ങ് നിലയ്ക്കണ്ടേ? ആ തുടുപ്പ് ഒന്ന് നിലപ്പിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നേ. അതും പറഞ്ഞിട്ട് ഹബി അവളുടെ നേരെ തിരിവാണ്. നീ ജീവിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പണിയാണ്, അതുകൊണ്ട് നീ മരിച്ചേ മതിയാവുള്ളൂ. നിന്നെ അങ്ങ് മുകളിലേക്ക് പറഞ്ഞു വിടാൻ തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നത്. അതും പറഞ്ഞിട്ട് അനഘയുടെ കഴുത്തി പിടിച്ച് ഞെക്കുവാണ്. അനഘ പെട്ടെന്ന് അങ്ങോട്ട് വല്ലാതെ വെപ്രാളപ്പെട്ടത് എന്തൊക്കെയോ സൗണ്ട് പുറത്തു വന്നു. ആ സമയത്താണ് ഓമന ചേച്ചി അകത്തേക്ക് കയറി വരുന്നത്. ഓമന ചേച്ചി പെട്ടെന്ന് അങ്ങോട്ട് ആരാന്ന് ചോദിച്ചു വരുമ്പോഴത്തേനും അബി പെട്ടെന്ന് അങ്ങോട്ട് മാറി. സാറോ? നിങ്ങൾ എന്തിനാ സാറേ ഇങ്ങോട്ടേക്ക് വന്നേ? നിങ്ങളോട് ഇങ്ങോട്ടേക്ക് വരില്ലെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ? ആ സമയത്ത് അനഘ ചുമയ്ക്കാൻ തുടങ്ങി. അയ്യോ എന്ത് പറ്റി മോളെന്നും പറഞ്ഞുകൊണ്ട് കഴുത്ത് പോയി തിരുമ്മി കൊടുക്കുകയാണ്. സാർ എന്താ ചെയ്തേ? സത്യം പറ. ഞാനൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അല്ല ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ മോൾക്ക്. മോൾ ഇച്ചിരി മാറ്റം വന്ന് തുടങ്ങുമായിരുന്നു. ആ സമയത്ത് അനഘ ചുമ തുടരുവാണ്. സാർ എന്തോ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. സാറിനോട് ഇങ്ങോട്ട് വരില്ലെന്ന് പറഞ്ഞിട്ട് സാർ എന്തിനാ വന്നേ? പിന്നെ എനിക്ക് ഇവളുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷിക്കണ്ടേ, അതുകൊണ്ടാണ് ഞാൻ വന്നത് ഇങ്ങോട്ടേക്ക്. പക്ഷേ ഓമനയ്ക്ക് അത് വിശ്വാസം വന്നില്ല. എന്തോ കള്ളത്തരമുണ്ടെന്ന് മനസ്സിലായി. അപ്പോഴേക്കും ഹബി പറഞ്ഞു, ശരി ഞാൻ അങ്ങോട്ടേക്ക് ഇറങ്ങുമെന്നും പറഞ്ഞു പോയി. ആ സമയത്ത് ഓമന പറഞ്ഞു, അതെ മോള് വിഷമിക്കണ്ട കേട്ടോ. അയാൾ എന്തോ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. ഈ കാര്യം ഇപ്പം തന്നെ ഞാൻ നയനമോളോട് വിളിച്ചു പറഞ്ഞോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അനഘയെ അങ്ങനെ ആശ്വസിപ്പിക്കുവാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അബി അനന്തപുരിയിലേക്ക് വരുവാണ്. നയനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അബി വന്നു കഴിഞ്ഞപ്പോഴത്തേനും നയന പറഞ്ഞു, നിന്നെ ഞാൻ കാത്തു നിൽക്കുമായിരുന്നടാ വരാൻ വേണ്ടിട്ട്. അല്ല എന്താ നയനെടുത്തി, നിനക്ക് കാര്യം എന്താണെന്ന് അറിയത്തില്ലല്ലേ? നീ എന്തിനാടാ അനഘയുടെ വീട്ടിൽ പോയി അനഘയെ കൊല്ലാൻ ശ്രമിച്ച്? ഞാനോ? ഞാൻ കൊല്ലാനൊന്നും ശ്രമിച്ചില്ല. പിന്നെ നീ എന്തിനാടാ അങ്ങോട്ടേക്ക് പോയത്? നിന്നോട് പോവല്ലെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ? അത് പിന്നെ എടുത്തി ഞാൻ വെറുതെ വിശേഷങ്ങളൊക്കെ അന്വേഷിക്കാനായിട്ട്. എന്ത് വിശേഷങ്ങള്? നിനക്ക് അവിടെ പോയി എന്ത് വിശേഷം അറിയാനുള്ളേ? അനേക്ക് സുഖമായെന്ന് അറിയാൻ വേണ്ടിട്ടായിരിക്കുമല്ലേ? അങ്ങനെ സുഖമായി കഴിഞ്ഞാൽ അവളെ കൊല്ലാൻ വേണ്ടിട്ടല്ലേടാ നീ പോയത്? അയ്യോ എടുത്തി എന്ത് വർത്താനാ പറയണേ? ഞാൻ അങ്ങനെ ചിന്തിക്കത്ത് പോലുമില്ല. അവളെ കൊന്നിട്ട് എനിക്ക് എന്ത് കിട്ടാനാ? വേണ്ടാ, ഇനി നീ ഇങ്ങനെയാണെങ്കിലുണ്ടല്ലോ ഉള്ള സത്യാവസ്ഥ മൊത്തം ഞാൻ പറയേണ്ടവരോട് മൊത്തം അങ്ങോട്ട് പറയും. പിന്നെ അറിയാലോ നിനക്ക് എന്താ സംഭവിക്കുന്നതെന്ന്. അയ്യോ ഏട്ടത്തി ഇങ്ങനൊന്നും പറയരുത്. പിന്നെ നിന്റെ ഈ ഊടായ്പ പരിപാടി എന്റെ അടുത്ത് നടക്കില്ലടാ. ഈ അഭിനയൊക്കെ നീ അങ്ങോട്ട് മാറ്റി വെച്ചാരേ. അപ്പോഴേക്കും അഭി പറഞ്ഞു, ഞാൻ അതുവഴി പോയപ്പോൾ വെറുതെ ഒന്ന് കയറിയെന്നുള്ളൂ. എടാ എന്നിട്ട് അവളെ അങ്ങോട്ട് തീർക്കാൻ ശ്രമിച്ചില്ലേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലാൽ ഇത്തരം പരിപാടിയായിട്ട് ഇറങ്ങിയുണ്ടല്ലോ നിന്നെ ശരിയാക്കും. പാവം കുറച്ച് നാളും കൂടെ അത് ജീവിച്ചിരുന്നോട്ടെ എങ്ങനെയെങ്കിലും. ഒത്തിരി നാളൊന്നും തന്നെ ആയുസ് ഉണ്ടാകത്തില്ല. നീ സമാധാനം എന്റെ ജീവിതത്തിൽ എന്തെന്ന് കൊടുത്തിട്ടില്ല, എന്നിട്ട് വീണ്ടും അതിനെ കൊല്ലാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നോ? നീ ഇപ്പൊ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കോ, പക്ഷെ അതിന്റെ ജീവിതം തീർന്നു പോയില്ലേടാ. ഇപ്പൊ ഏക ആശ്രയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊക്കെയാണ്. അത് മാത്രമല്ല മനസ്സിന് ഇച്ചിരി സന്തോഷമുള്ളതെന്ന് പറഞ്ഞാൽ അനേക്ക് ചന്തുമോളെ ഞങ്ങൾ നല്ല വല്ലതും നോക്കുന്നുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് മാത്രം. ആ സമയത്ത് നീ അങ്ങോട്ടേക്ക് പോയി ഓരോ പ്രശ്നങ്ങളും ഉണ്ടാക്കിയോണ്ടല്ലോ, നിന്നെ പിന്നെ ഞാൻ വെച്ചേക്കില്ലടാ. ഉള്ള സത്യങ്ങളൊക്കെ തുറന്നു പറയും എന്നൊക്കെ പറയണേ. അപ്പോഴേക്കുമാണ് നവി അങ്ങോട്ടേക്ക് വരുന്നത്. നവി വന്നു കഴിഞ്ഞപ്പോൾ അഭി ഒന്ന് ഞെട്ടി. നവി എങ്ങനെ കേട്ടോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട്.
നവ്യെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നയന പറഞ്ഞു നീ പോയിക്കോളാൻ പറയണം. അങ്ങനെ അബി പെട്ടെന്ന് ജീവനും കൂടെ അങ്ങോട്ട് പോയി. അപ്പോഴേക്കും നവ്യ വന്നിട്ട് നയനോട് ചോദിച്ചു, അല്ല നീ അബിയെ ചീത്ത പറയുമായിരുന്നോ? അത് പിന്നെ ചേച്ചി, എടി നീ എന്തിനാടി എന്റെ അബിയെ എപ്പോഴും എപ്പോഴും ചീത്ത പറഞ്ഞോണ്ടിരിക്കുന്നേ? എപ്പ കണ്ടാലും അതല്ലോ. പിന്നെ ഇവിടെ വേറൊരാളുണ്ടല്ലോ, ആദർശേട്ടന്. ആദർശേട്ടൻ വലിയ വലിയ തെറ്റുകളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേങ്കില് ആദർശേട്ടൻ ഇതുവരെ ചീത്ത പറഞ്ഞ് കണ്ടിട്ടില്ല. അബിയെ കാണുമ്പോൾ ചീത്ത പറഞ്ഞ് ഓടിക്കുന്നുണ്ട്. നിനക്ക് എന്താ നയനെന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും നയന പറഞ്ഞു, ചേച്ചി ഒന്ന് പോവാൻ നോക്കിയേ. അങ്ങനെ പോവാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇതിനു മുമ്പ് ഞാനും നീയും ഒക്കെ ഈ വീട്ടിലേക്ക് വന്ന് കയറുന്ന സമയത്ത് നമ്മൾ രണ്ടും കീരിയും പാമ്പിനെ പോലെയായിരുന്നു. പക്ഷെ ഇപ്പോഴുണ്ടല്ലോ അങ്ങനെയല്ല. ഈ കുടുംബത്തിന് വേണ്ടിയിട്ട്, ഈ കുടുംബത്തിന്റെ രീതി അനുസരിച്ച് ഞാനാണെങ്കിലും ഇപ്പം ജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ. അതിനിടയ്ക്ക് ആദർശാണ് അത്രയും വലിയ തെറ്റ് ചെയ്തിട്ട് നീ അത് അംഗീകരിച്ച് മുന്നോട്ട് പോന്നു. പക്ഷെ എങ്കിൽ അബി ഒരു തെറ്റും ചെയ്യാതെ അബിയുടെ നേരെ എപ്പോഴും നീ കയർത്തോണ്ടിരിക്കുന്നു. അപ്പോഴേക്കും നയന പറഞ്ഞു, ചേച്ചി ചില ചോദ്യത്തിനൊന്നും എനിക്ക് ഉത്തരം തരാൻ പറ്റില്ല. ചേച്ചി ചേച്ചിയുടെ പാട് നോക്കി പോകാൻ നോക്ക്. അതേടി എനിക്കറിയാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി അബിയെ ചീത്ത പറഞ്ഞുണ്ടല്ലോ, ആദ്യം സ്വന്തം ഭർത്താവിനെ ഉപദേശിച്ച് നേരെയാക്കാൻ നോക്ക്. അതും പറഞ്ഞിട്ട് ഒരു കൊടുങ്കാറ്റ് പോലെ നവ്യ അങ്ങോട്ടേക്ക് പോയി. അങ്ങനെ അബി ആകെപ്പാടെ മുറി വിഷമിച്ചിരിക്കുന്ന സമയത്ത് നവ്യ അങ്ങോട്ടേക്ക് വരുന്നേ. നവ്യ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അബി ഒന്ന് ഞെട്ടിപ്പോയി. അപ്പോഴേക്കും നവ്യ വന്നിട്ട് അബിയോട് ചോദിച്ചു, എടാ എന്താടാ നയന നിന്നോട് പറഞ്ഞോണ്ടിരുന്നു ചോദിച്ചു. അല്ല അത് പിന്നെ എന്താ എന്താ കാര്യം? അവൾ ഉപദേശിക്കുന്ന കേട്ടല്ലോ. അത് പിന്നെ ഞാനേ ആ ചന്തുമോളെ കുറിച്ച് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ അപ്പൊ അത് അവൾക്ക് ഒട്ടും കൂടി ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ടില്ലെന്നോ? അതെ, ചന്തുമോളെ കുറിച്ച് പറയുമ്പോ എന്നോട് ദേഷ്യമാണല്ലോ. അപ്പൊ അതിനെക്കുറിച്ച് പറഞ്ഞ് ഇപ്പൊ ഒട്ടും അങ്ങോട്ട് നിന്റെ നയനക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയണം. അവളെന്തു പറഞ്ഞു? പിന്നെ ആദർശേട്ടൻ വലിയ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, എന്നിട്ട് അതൊക്കെ അംഗീകരിക്കുന്ന മട്ടിലായിരുന്നു നിന്റെ അനുജത്തിയുടെ സംസാരമൊക്കെ. പിന്നെ പറയണോ, എപ്പം നോക്കിയാലും അവൾ എന്നെ ഉപദേശിക്കാണ്ട് വരും. ഞാൻ അവളെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലെന്ന് അവൾക്ക് ഒട്ടും കൂടി ഇഷ്ടപ്പെടില്ല. അല്ലെങ്കിലും എനിക്കറിയാം അവളുടെ സ്വഭാവം. അവള് ഈ ഇടയായിട്ട് ഇത്തിരി കൂടുന്നുണ്ട്. അബിക്ക് സന്തോഷമായി, താൻ പറയുന്നതൊക്കെ ഇവള് വിശ്വസിക്കുന്നുണ്ടല്ലോ എന്നൊരു ചിന്തയായിരുന്നു മനസ്സിൽ. ആദർശേട്ടൻ വലിയ തെറ്റ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ അതൊക്കെ നമ്മൾ ആരെങ്കിലും ചോദിക്കുകയോ പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയ കാര്യമായിട്ട് അവളും കൊണ്ട് എടുക്കും. പിന്നെ ഞാൻ കരുതി വേറെന്തെങ്കിലും ആയിരിക്കുന്നു. വേറെ ഒരു പ്രശ്നവും ഇല്ല എന്നൊക്കെ ഇങ്ങനെ അബി വലിയ കള്ളത്തരം തന്നെ പറഞ്ഞു. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും നവ്യ പറഞ്ഞു, അല്ല എനിക്കൊരു സംശയമുണ്ട് അബി. എന്താ? ഇനിയിപ്പോ ആദർശേടൻ തന്നെ അല്ലേ ആ ചന്തമോളുടെ അച്ഛന്? അതെന്താ അങ്ങനെ പറഞ്ഞേ? എനിക്ക് തോന്നുന്നു നയനയുടെ വർത്താനം കേട്ടിട്ട് വേറെ ആരോ ആണെന്നാ തോന്നുന്നേ. അപ്പോഴേക്കും അബിയിലൊരു ഞെട്ടലുണ്ടായി. എന്റെ ഭഗവാനെ പെട്ടല്ലോ. ആ സമയത്ത് അബി പറഞ്ഞു, അങ്ങനെയൊന്നും അല്ല. നിന്റെ നയനയുണ്ടല്ലോ, അവള് മിക്കവാറും എല്ലാം സഹിച്ചു ക്ഷമിച്ച് മുന്നോട്ട് പോകുന്ന. അതെന്താ? ഇപ്പോഴത്തെ അവളുടെ ഉയർച്ചയ്ക്കെല്ലാം കാരണം ആദർശേട്ടനല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആദർശേട്ടന് അവളെ വലിയ ഡിസൈനറാക്കി കമ്പനി കൊണ്ടിരുത്തിയിരിക്കുന്നു. നല്ല ശമ്പളവും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ആദർശേട്ടൻ ഒരു തെറ്റ് ചെയ്ത് അവളും കൂടെ മറച്ചു വെക്കുന്നു. അവൾക്കറിയാം ഈ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും എല്ലാം പോകുന്ന സൗഭാഗ്യങ്ങളൊക്കെ പോകുന്നു. അപ്പൊ അതുകൊണ്ട് ഇത്ര സൗഭാഗ്യത്തെ കഴിഞ്ഞിട്ട് ഒന്നുമില്ലാത്തടത്ത് പോയി ജീവിക്കാണ്ട് താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് ആദർശേട്ടൻ ഒരു തെറ്റ് ചെയ്തിട്ടും അവളത് പുറത്ത് പറയാതെ അല്ലെങ്കിൽ ആദർശേട്ടനെ ഉപേക്ഷിക്കാതെ കൂടെ തന്നെ നിൽക്കുന്നേ. അപ്പോഴേക്കും നവി പറഞ്ഞു, അതിന്റെയൊക്കെ ആവശ്യം നയനയ്ക്കുണ്ടോ? അവളുടെ സ്വഭാവം അങ്ങനെയൊന്നുമല്ല. പിന്നെ അങ്ങനെയൊന്നും അല്ല പോലും. അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോഴും മൂർത്തി ജ്വല്ലറിയുടെ MD ആയിട്ടിരിക്കാനായിട്ട് ആദർശേട്ടന് എന്തെങ്കിലും യോഗ്യതയുണ്ടോ? ഇത്ര വലിയൊരു തെറ്റ് ചെയ്തിട്ട് ആദർശേട്ടൻ ഇപ്പോഴും കസേരയിലിരിക്കുന്നു. ഞാനോ ഒരു തെറ്റും ചെയ്യാന്നിട്ട് പോലും കമ്പനിയിൽ വെറും സ്റ്റാഫ് മാത്രം. എല്ലാത്തിനും കാരണം അവര് തന്നെയാ. അപ്പോഴേക്കും നബി പറഞ്ഞു, അതിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. മുത്തശ്ശനായിരിക്കുമല്ലോ അങ്ങനെ തീരുമാനം എടുത്തേ. പിന്നെ മുത്തശ്ശൻ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ആദർശേട്ടൻ നടപ്പിലാക്കി. പക്ഷെ ആദർശേട്ടൻ പറയാതെ മുത്തശ്ശൻ അങ്ങനെ തീരുമാനം എടുക്കുമോ? ഒരിക്കലും ഇല്ല. നമ്മളെ തരം താഴ്ത്തി എപ്പോഴും താഴെ കൊണ്ടു കിടക്കണം. അതാണ് ആദർശേട്ടന്റെ സ്വഭാവം. അതുപോലെ തന്നെ നിന്റെ അനുജിത്തി ആ കൂടെ തന്നെ കൂടുക. അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെ തന്നെ ആടി നവിയെ. നിനക്ക് അതിനെക്കുറിച്ചൊന്നും മനസ്സിലാക്കാത്തോണ്ടാ. നിന്റെ അനുജത്തി സ്വത്തിനും പണത്തിനും വേണ്ടി വീഴുന്നവളാ. പക്ഷെ നീ അതൊന്നും വിശ്വസിക്കത്ത് പോലുമില്ല. അല്ലെങ്കിൽ പിന്നെ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായിട്ട് നയനയുടെ വീട്ടിൽ പോയി നിൽക്കേണ്ടതല്ലേ? പക്ഷെ അത് ചെയ്തില്ലോ. എന്തുകൊണ്ടാ? പണമുള്ളിടത്തൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാ. പക്ഷെ നവ്യക്ക് അത് ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല. നവ്യ പറഞ്ഞു, തൽക്കാലത്തേക്ക് ഒരു കാര്യം ചെയ്യാം. അവൾ ഉപദേശിക്കാൻ വരുമ്പോൾ നീ നിന്നു കൊടുക്കണ്ട. നീ തിരിച്ച് രണ്ടെണ്ണം കൂടെ പറഞ്ഞാൽ മതി. നീ എന്തിനാ മിണ്ടാതെ നിൽക്കുന്നേ എന്നൊക്കെ പറഞ്ഞു. അതും പറഞ്ഞിട്ട് നവ്യ അങ്ങോട്ട് പോയി. നവ്യക്കാണ് വല്ലാത്തൊരു ബുദ്ധിമുട്ട്. ദൈവമേ, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അതേ കാലം തന്റെ കള്ളത്തരം തനിക്ക് ഒളിപ്പിച്ചു വെക്കാൻ പറ്റില്ലല്ലോ എന്നൊരു ചിന്ത മനസ്സിലുണ്ടാവുന്നുണ്ട്. ഇതേ സമയം നന്ദുവിനടുത്തേക്ക് ബിബി വരുവാണ്, കോൺസ്റ്റബിൾ. എന്നിട്ട് വന്നിട്ട് പറഞ്ഞു, അതെ സ്വർണ്ണപ്പണിക്കാരുടെ ഡീറ്റെയിൽസ്
കോൾ ഹിസ്റ്ററി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പറയണം. അങ്ങനെ അതും കൂടെ നന്ദുവിന്റെ കയ്യിലേക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അയാൾ വിളിച്ചിരിക്കുന്ന ഈ ഒരു വർഷത്തിനിടയ്ക്ക് ഏറ്റവും കൂടുതൽ വിളിച്ചിരിക്കുന്നത് അബീനെയാണ് വിളിച്ചിരിക്കുന്നത്. പിന്നെ വിളിച്ചിരിക്കുന്നത് ഒരാളുണ്ട്, ഒരു സ്വർണ്ണ ബിസ്ക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് കള്ളക്കടത്ത് കേസുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചു കാലം അകത്തായ ഒരുത്തനാണ്. അവൻ പക്ക ഒരു മോഷ്ടാവ് തന്നെയാണ്. സ്വർണ്ണ കേസ് തന്നെ അവനെ പലതവണ പിടികൂടിയിട്ടുണ്ട്. അവനെയാണ് വിളിച്ചിരിക്കുന്നത്. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നന്ദു പറഞ്ഞു, ഓഹോ, അങ്ങനെയാണെങ്കിൽ ഇയാൾക്ക് നല്ല മനസ്സറിവുണ്ടായിരിക്കും ഈ സ്വർണ്ണപ്പണിക്കാരന്. അത് മാത്രമല്ല, ആദർശേട്ടൻ കുറെ തവണ വിളിച്ചിട്ടുണ്ടല്ലോ. ആദർശേട്ടനെ കമ്പനി കാര്യത്തിന് വേണ്ടി വിളിച്ചായിരിക്കും. അനന്തപുരിയിലുള്ള മറ്റുള്ളവരെ വിളിച്ചിട്ടുണ്ട്. ശരി, നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് അന്വേഷിക്കാം. പിന്നെ അയാളെ കസ്റ്റഡിയെടുത്ത് ചോദ്യം ചെയ്യണ കൃത്യമായിട്ടുള്ള വിവരം കിട്ടുമെന്ന് പറയണം. എത്രയും പെട്ടെന്ന് തന്നെ ആ സ്വർണ്ണ ബിസ്ക്കറ്റുകാരനെ അയാളെയും കൂടെ കസ്റ്റഡിയെടുത്ത് ചോദ്യം ചെയ്യണം എന്ന് നന്ദു ബിബിനോട് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പം നന്ദു ബിബിനും ഒക്കെ ചേർന്നിട്ട് ആ സ്വർണ്ണ ബിസ്ക്കറ്റ് കടത്തില് പ്രതിയായ അയാളുടെ അടുത്തേക്ക് ചെല്ലുവാണ്. അപ്പൊ അയാള് ഇപ്പൊ ഒരു സ്ഥാപനമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അയാളുടെ ഒക്കെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, അതെ വന്നു പോലീസ് സ്റ്റേഷനിലേക്ക് കയറും. അയ്യോ, എന്താ മാഡം, എന്താ കാര്യം? അതെ, സ്വർണ്ണക്കേസുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനാ. അയ്യോ മാഡം, ഞാൻ ജ്വല്ലറിയിൽ സ്വർണം കൊടുക്കുന്നല്ലാതെ ഞാൻ കള്ളക്കെടുത്ത് സ്വർണ്ണമൊന്നും ആർക്കും കൊണ്ട് കൊടുക്കാറൊന്നുമില്ല. അതൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് തീരുമാനിക്കാം. ഇങ്ങോട്ടേക്ക് കയറാൻ പറയണം. മാഡം, ഞാനത് ഇത്തിരി കഴിഞ്ഞിട്ടുമില്ല. ഇവിടെ നീ നിന്നിട്ടുണ്ടെങ്കിൽ തലപ്പത്തേക്ക് വിളിക്കുമെന്നറിയാം. അപ്പൊ തന്നെ എനിക്ക് കോള് വരും. പിന്നെ നിന്നെ എനിക്ക് ശരിക്കും ഒന്ന് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് താൻ വന്നും വണ്ടിയിലേക്ക് കയറാം. പല കാര്യങ്ങളും തന്നോട് എനിക്ക് ചോദിച്ചറിയാനുണ്ട്. അതെന്ത് വേണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. തന്നെ ചോദ്യം ചെയ്യുവാണെങ്കിൽ ഇവിടെയുള്ള കുറെ മാഫിയയെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ എനിക്ക് കിട്ടും. പിന്നെ ഒരു പക്ഷേങ്കിൽ ഈ വിവരങ്ങളൊക്കെ ചോർത്തി തരുന്നവരെ നിങ്ങൾ പുറലോകം കാണിക്കാറില്ലല്ലോ. കാരണം അങ്ങനെ ഒരു സാഹചര്യത്തില് രാത്രിയുടെ മറവിലോ അങ്ങനെയൊക്കെ നിങ്ങൾ തീർക്കുമല്ലേ ചെയ്യുന്നേ. പല അപകടങ്ങളും അങ്ങനെ ഉണ്ടാവാറുണ്ട്. അതിനെക്കുറിച്ച് അന്വേഷിച്ച് ചെന്ന് കഴിയുമ്പോഴത്തേനും പിന്നെ കൂടുതലൊന്നും കിട്ടാറില്ല. അതുകൊണ്ട് അതിനൊന്നും നീയൊന്നും മുതിരണ്ട. കാരണം ഇത് അന്വേഷിക്കാൻ വന്ന ആള് ഞാനാണ്. എന്നെ അങ്ങനെ തീർത്ത് കളയാൻ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ അതും കൂടെ മനസ്സിൽ വെച്ചാൽ മതി. വന്ന് കയറടോ എന്ന് പറഞ്ഞിട്ട് അയാളെ അങ്ങോട്ട് പോലീസ് ജീപ്പിലേക്ക് കയറ്റി. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളെ ലോക്കപ്പിലേക്ക് കൊണ്ടുവന്ന് അങ്ങനെ ചോദ്യം ചെയ്യാനായിട്ട് തുടങ്ങി. അയാൾ ചോദിച്ചു, സത്യം പറഞ്ഞാൽ നിനക്ക് നല്ലത്, അല്ലെങ്കിൽ ഉണ്ടല്ലോ നിന്നെ ഞങ്ങൾ ശരിയാക്കുമെന്ന് പറയണം. അപ്പോഴേക്കും അയാൾ, മാഡം എനിക്കൊന്നും അറിയത്തില്ല. ഒന്നും അറിയത്തില്ലെന്നോ? സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള പല വിവരങ്ങളും നിനക്കറിയാം. മര്യാദയ്ക്ക് എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നത് നിനക്ക് നല്ലത്. മൂർത്തി ജ്വല്ലറിയുടെ പേരിൽ കിലോ കണക്കിന് സ്വർണ്ണമാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. അതും വിത്തൗട്ട് ബില്ല് ഇറങ്ങിയിരിക്കുന്നത്. ആ സ്വർണ്ണം അവിടെ എങ്ങനെ വന്നു? കണക്കിൽ ഉൾപ്പെടാത്ത സ്വർണ്ണം അത് എങ്ങനെ വന്നു? അതാണ് അറിയണ്ടേ. അത് സത്യം പറഞ്ഞ് നിനക്ക് നല്ല, നീ അല്ലേ അത് കൊണ്ടേ കൊടുത്തേ. ഇല്ലെങ്കിലുണ്ടല്ലോ നിന്നെ ഇവിടെ വെച്ച് തന്നെ തീർത്ത് കളയും. മാഡം, അത് പിന്നെ ഞാൻ ഒറ്റയൊരു അടിയും കൂടെ കൊടുക്കണം. സത്യം പറയടൂ, അല്ലേ നിന്നെ വെറുതെ വിടത്തില്ല എന്ന് പറയണം. അപ്പോഴേക്കും അയാൾ പറഞ്ഞു, മാഡം എന്നെ ഉപദ്രവിക്കരുത്. ഉപദ്രവിക്കാതിരിക്കണമെങ്കിൽ സത്യങ്ങൾ പറയണം. അറിയാലോ, ഈ പറയുന്ന അന്തൂരയിലെ മൂർത്തി മുത്തശ്ശനും ആദർശേണ്ടെന്നും അറിയത്തില്ലാത്ത കാര്യങ്ങളാണ്. അന്വേഷണം നടത്താനായിട്ട് അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ പേരില്, അവരുടെ എന്ന് പറഞ്ഞാൽ ആ മൂർത്തി ജ്വല്ലറിയുടെ പേരില് അവരുടേതല്ലാത്ത കുറെ സ്വർണം പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ട് വിവരം താൻ തന്നേ മതിയാവുള്ളൂ. ഒടുവിൽ അയാൾക്ക് മനസ്സിലായി കളി കാര്യമായിക്കൊണ്ടിരിക്കും, അതിന് തനിക്ക് നിവൃത്തിയില്ലെന്ന്. അങ്ങനെ സത്യങ്ങളൊക്കെ അയാൾ തുറന്നു പറയാനായിട്ട് തുടങ്ങുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.